ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ഭംഗിയില്ലേ ഫ്ലവേഴ്സ് കാണാനും? വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ 1-2 ടിഷ്യൂ പേപ്പേഴ്സ് മാത്രം മതി ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ കിച്ചണിൽ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ്. അതെന്താണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? Once again, welcome back to my channel. ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വറ്റൽമുളക് ആവശ്യമില്ല കേട്ടോ. വറ്റൽമുളക് നമുക്ക് കിച്ചണിൽ ആവശ്യമുള്ളതല്ലേ. നമ്മളിതിൽ വെറുതെ കളയുന്ന സാധനം എന്താണ്? ഇതിലുള്ള ഞെട്ടി. അതാണ് നമുക്കിവിടെ ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സ് വേണമെന്ന്. ഇതുപോലെ ഒരു ലെയർ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ ഈ ചെയ്ത പോലെ ഒരു 3 പ്രാവശ്യമായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അത് എല്ലാം ഇതേപോലെ ആ ഒരു റിബൺ ടൈപ്പിൽ കിട്ടണം. അപ്പം നമ്മൾ കട്ടാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ എടുത്തിട്ടൊന്ന് വീണ്ടും ഒന്ന് കട്ട് ചെയ്യാം. കാരണം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ട് ചെയ്ത് കിട്ടൂലല്ലോ. ആ ഒരു ഭാഗം മടങ്ങി കിടക്കുന്ന ആ ഭാഗമൊക്കെ നമ്മൾ നോക്കിയിട്ട് എല്ലാം ഇതുപോലെ റിബൺ പോലെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കുക. എന്നിട്ടിത് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും കട്ട് ചെയ്യേണ്ട, ഒരു 1/4 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെറിയ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിൽ ഒരു ലെയർ എടുക്കുക. ഒരു ലെയറല്ല, ഒരു 2 ലെയർ എടുത്തിട്ട് നമ്മൾ ഒന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ 2 ലെയറുണ്ട്. നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സ് പൊതുവേ ആ ഒരു 2 ലെയറാണല്ലോ തിന്നായിട്ടുള്ളത്. അപ്പോൾ ഈ 2 ലെയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമാകുമ്പോൾ നമുക്ക് അത്ര ഒരു കട്ടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 2 ലെയർ. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പേപ്പേഴ്സ് ആണല്ലോ, അധികം ടൈറ്റാക്കി ചെയ്യേണ്ട. അപ്പോൾ അത് കീറിപ്പോവും. ടിഷ്യൂ പേപ്പർ അല്ലേ, നല്ല സോഫ്റ്റ് അല്ലേ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അറ്റം ഒന്ന് കുറച്ചൊന്ന് ഫെവിക്കോൾ ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ ഇട്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ കയ്യിൽ ആ ഒരു പേപ്പേഴ്സ് നമുക്ക് ഒട്ടിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഇതുപോലെ ഒരു പേപ്പറും കൂടി എടുത്തിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, കാരണം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഈ പേപ്പേഴ്സൊക്കെ ചുറ്റി കൊടുക്കുമല്ലോ, അതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ വെട്ടിയ ഭാഗം ഇങ്ങനെ കറക്റ്റ് നല്ലൊരു ഫ്ലവർ പോലെ നിൽക്കും. അപ്പം ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ ഫ്ലവറും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബോൾ പോലെ ആക്കി എടുക്കുക. കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ട് അത് നമുക്ക് പൂവിൻ്റെ മൊട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലുള്ള നമ്മൾ ആ ചുരുട്ടിയില്ലേ, ആ ബാക്കിലുള്ള ഭാഗം കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പം നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കത് ഒട്ടിക്കുന്ന സമയത്ത് മനസ്സിലാവും, അത്ര ലെങ്ത്ത് ആകുമ്പോൾ ആ ഒരു ഭംഗി കിട്ടൂല. അതുകൊണ്ടാണ് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു വറ്റൽമുളകിൻ്റെ ആ ഒരു തണ്ടില്ലേ, അതിൽ നല്ലോണം ഒന്ന് ഫെവിക്കോൾ ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ ഈ ഫ്ലവേഴ്സ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും, കാരണം പേപ്പറാണ്, ഫെവിക്കോൾ മതിയല്ലോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ അത് ഒട്ടിക്കിട്ടും. നല്ല സിമ്പിളാണ്, നല്ല രസമാണ് ചെയ്തെടുക്കാൻ. കാരണം ആ ഒരു വറ്റൽമുളകിൻ്റെ ആ തണ്ടിലുള്ള ആ ഒരു കുഴിയിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ഫെവിക്കോൾ ഒഴിക്കുക. ജസ്റ്റ് ആ ഫ്ലവറിൻ്റെ ആ ഒരു താഴ്ഭാഗം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ശരി കറക്റ്റായിട്ട് അത് ഒട്ടിക്കിട്ടും. ഇപ്പം ഞാൻ ഏകദേശം എല്ലാ ഫ്ലവേഴ്സും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബഡ്സ് ഉണ്ടാക്കിയെടുക്കണം. ഈ ബഡ്സിന് ഇതുപോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചില്ലേ, ആ ഒരു ബോൾ എടുത്തിട്ട് ഇതിലൊന്ന് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് നല്ല ആ ഒരു ബഡ്സിനെ പോലെ കിട്ടും. ഇപ്പം ഞാൻ ഏകദേശം എല്ലാ ഫ്ലവേഴ്സും ഈ മൊട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പുറകിലുള്ള ഈ ഒരു തണ്ടില്ലേ, നമ്മൾ ആ വറ്റൽമുളകിൻ്റെ ആ തണ്ടിൻ്റെ ഒരു എൻഡ് ഇങ്ങനെ ചെറിയൊരു ബെൻഡ് ഉണ്ടാവുമല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ചെറിയൊരു ഷാർപ്പ് ഉണ്ടാവും അവിടെ. അതുമാത്രമല്ല നമ്മൾ ഈ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റുന്ന സമയത്ത് അത് കീറിപ്പോവും. അതുകൊണ്ടാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക.
എന്നിട്ട് ഞാൻ ഈ ഫ്ലവറിനെ ഒരു ബണ്ടിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. ആ കമ്പിയിൽ ഒരു ബഡ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീൻ ടാപ്പ് എടുത്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇനി ഇതിന് ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഗ്രീൻ ടാപ്പിൽ തന്നെ ചെറിയൊരു പശ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോൾ നല്ലൊരു പശ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2-3 ബഡ്സ് വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ആദ്യം കുറച്ചൊരു ചെറിയ ബഡ്സ്, പിന്നെ കുറച്ച് വലിയ, ആ ഒരു രീതിയിൽ മുട്ടുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലവേഴ്സ് നമുക്ക് ഈ ഒരു ബണ്ടിലൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പം ഞാനൊരു 4-5 മുട്ട് ഇതിലൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മുട്ടുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സിൽ നമ്മൾ ചെറുത് നോക്കിയിട്ടൊന്ന് ആദ്യം ചുറ്റിയെടുക്കുക. കാരണം നമ്മൾ എങ്ങനെ ഇത് ചുറ്റിയെടുക്കുകയാണെങ്കിലും ചില ഫ്ലവേഴ്സൊക്കെ ചെറിയൊരു ഷേപ്പിനൊക്കെ ഒരു ഡിഫറൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ചെറുത് നോക്കിയിട്ട് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും, നമുക്കൊരു റിയൽ തോന്നും. കാരണം നമ്മൾ ഫ്ലവേഴ്സ് അങ്ങനെയാണല്ലോ, താഴെ വലുത് പിന്നെ മേലോട്ട് പോകുന്നവരും ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്ന ആ ഒരു ഫീലിംഗ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചെറുത് നോക്കിയിട്ട് ആദ്യം ചെയ്യുക, അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെ കണ്ടിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണല്ലോ എന്ന്? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നല്ല ഈസിയാണെന്ന്. ജസ്റ്റ് ആ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റ് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഒട്ടിച്ചെടുക്കാനും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഗ്ലൂ ഗണ്ണും അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ടിഷ്യൂ പേപ്പർ ആണെങ്കിലും നമുക്ക് ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല. ആ ഒരൊറ്റൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കി. എന്നിട്ട് തന്നെ ഇതിലിപ്പോൾ ഒരു 3-4 എണ്ണം ബാക്കിയാണ്. ഈ ഒരു ബണ്ടിൽ ഫുള്ള് ചെയ്തിട്ട് തന്നെ ഞാനപ്പോൾ കുറച്ചും കൂടെ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ആ മേലെ ഇങ്ങനെ കുറച്ച് ബഡ്സും അതുപോലെ ഇങ്ങനെ താഴോട്ട് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. ഇനി ഞാൻ ഈ ഒരു ഫ്ലവറിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാബ്രിക് പെയിൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടുക്ക്, ആ പൂവിൻ്റെ നടുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല ആ ഒരു പൂമ്പൊടിയുടെ ആ ഒരു എഫക്റ്റ് കിട്ടും. നല്ല ഒരു ജമന്തി പൂക്കളുടെ ആ ഒരു ലുക്ക് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം ആ വൈറ്റിൽ ഇങ്ങനെ ആ ഒരു യെല്ലോ വന്നപ്പം ഞാനതുപോലെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ബ്രഷ് ഒന്ന് നമ്മൾ വെള്ളത്തിലൊന്ന് ആക്കിയിട്ട് ബ്രഷ് ഒന്ന് നനയ്ക്കുമല്ലോ, ഒന്ന് നനഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്താൽ മതി. പെയിൻറ്റിൽ ചെയ്യേണ്ട കേട്ടോ, കാരണം ആ പെയിൻറ്റിൻ്റെ ആ ഒരു ക്യാപ്പില്ലേ അതിൽ മാത്രം ചെയ്താൽ മതി. കാരണം അത്രയും പെയിൻറ്റ് മതി. അപ്പം ഓൾറെഡി നമ്മൾ ബ്രഷ് നനച്ചതാണല്ലോ, അപ്പം നനയ്ക്കുമ്പോൾ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ഈ ടിഷ്യൂ പേപ്പറിൽ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇത് കിട്ടും. നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിട്ടും. നമുക്ക് വേണ്ട കളേഴ്സിനനുസരിച്ച് ചെയ്താൽ മതി. കുറച്ചും കൂടെ ലൈറ്റ് പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈറ്റ് കളറായിട്ട് മിക്സ് ചെയ്തിട്ട് അതും വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. നല്ല ഭംഗിയാണ് ഈ പെയിൻറ്റ് ചെയ്യാൻ. കാരണം ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് ആ കളറ് സ്പ്രെഡ് ആവുമല്ലോ. അതിനെ നമ്മൾ ഇടയ്ക്കൊന്ന് ആ ഒരു വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഈ മൂടിയിലുള്ള ആ ഒരു പെയിൻറ്റിലൊന്ന് ടച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ആ ബഡ്സിലൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇതിനെ ഒന്ന് ഭംഗി കൂട്ടാം. ഇനി അതല്ല വൈറ്റും യെല്ലോ തന്നെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ യെല്ലോ മാത്രം മതിയെങ്കിൽ ഇതുപോലെ നടുക്കും ചുറ്റുമൊക്കെ ഇതേപോലെ തന്നെ യെല്ലോ ടച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ആ ഒരു വൈറ്റും പിങ്കും കൂടെ ആകുമ്പോൾ നല്ല ഒരു ഓർക്കിഡിൻ്റെ ആ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ പിങ്ക് മാത്രമല്ല ഒന്നിലിതുപോലെ ജസ്റ്റ് ഒരു ബ്ലൂവും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ നമ്മൾ കിച്ചണിൽ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ഒരു ഞെട്ടിയൊന്നും ഇനി കളയണ്ട കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ച് ഒരു കവറിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇതുപോലെ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കണേ, നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് നമുക്ക് തന്നെ നല്ല രസമല്ലേ കാണാൻ, നമ്മളെ വീട്ടിലേക്കുള്ളത് നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.